ഓക്കെ, CPR ഓർ ഫസ്റ്റ് എയ്ഡ്? CPR. അതാകുമ്പോൾ കുറച്ച് നമ്മളൊരാളുടെ ലൈഫ് സേവ് ചെയ്തു എന്നുള്ളൊരു പ്രൗഡ് മൊമെന്റ് കിട്ടും അല്ലേ? സിറിഞ്ച് പമ്പ് ഓർ ഇൻഫ്യൂഷൻ പമ്പ്? ഇൻഫ്യൂഷൻ പമ്പ്. ഏതിലറിയോ? ഇൻഫ്യൂഷൻ പമ്പ് നമ്മൾ കയറ്റി, സിറിഞ്ച് പമ്പ് ആകുമ്പോൾ കുറച്ച് വലിയ സാധനമൊക്കെ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണ് വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. ABG ഓർ ECG? ECG ആകുമ്പോൾ ലീഡ് കണക്ട് ചെയ്ത് അവർ തന്നെ തരൂലേ. ECG ആകുമ്പോൾ നമ്മൾ കുത്തിയൊക്കെ എടുക്കണം, ഇത് പാൽപ്പേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണ്ടേ. IV കാനുലേഷൻ ഓർ കത്തീഡ്രൈസേഷൻ? IV കാനുലേഷൻ. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഇടാലോ. പിന്നെ നമ്മൾ വെയിൽ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ. ഓക്കെ, വിച്ച് ഷിഫ്റ്റ് ഈസ് ബിസിയസ്റ്റ്? മോർണിംഗ് ഷിഫ്റ്റ്. നൈറ്റ് ഷിഫ്റ്റ്? മോർണിംഗ് ഷിഫ്റ്റ് അല്ലേ ബിസി? മോർണിംഗ് ഷിഫ്റ്റ് ബിസിയാണ്. അതായത് ആ സമയം കഴിയുന്നവരെ നമുക്ക് ഒരു വിധത്തിന് ഇരിക്കാനൊന്നും സാധ്യത വളരെ കുറവാണ്. വൺ തിങ് ഓൾവേസ് ഇൻ യുവർ പോക്കറ്റ്? എപ്പോഴും ഉണ്ടാവുന്നില്ല, പെൻ. പക്ഷെ എപ്പോഴും മിസ്സായി പോകുന്നത് പെന്നാണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് പെന്നാണ്, ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് പെന്നാണ്. മിസ്സായി അടുത്തയാളുടെ എടുക്കുക, അതാണ് ഇപ്പോൾ അവിടുത്തെ രീതി. അഡൾട്ട് വാർഡ് ഓർ പീഡിയാട്രിക് വാർഡ്? അഡൾട്ട് വാർഡ്. എന്താ? പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പേഷ്യൻസ് എല്ലാവരും അവർ നമ്മൾ സഹകരിക്കാൻ കുറച്ച് പണിയായിരിക്കും, കരച്ചിലൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളെല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ അഡൽട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ സഹകരിക്കും. കയ്യിലൊന്നും സൂചി ഇടാന്ന് പറഞ്ഞാൽ കൈ വേണേൽ വെച്ച് തരും. പക്ഷെ പീഡിയാട്രിക്സ് അങ്ങനെയാണ്, നമ്മൾ കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ചുകൂടി നമ്മൾ ഭയങ്കര കെയർ കൂടുതൽ കൊടുക്കണം പീഡിയാട്രിക്സ് ആകുമ്പോൾ. ഹോസ്റ്റൽ ലൈഫ് ഓർ ഹോം? ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയല് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോവാ, ബാക്കി ഹോസ്റ്റലിൽ. അതാണ് നമ്മളിപ്പം ഏകദേശം കുറച്ചാൾ വീട്ടിൽ നിന്നില്ലേ, അപ്പോഴാണ് മനസ്സിലായത് ഹോസ്റ്റൽ ലൈഫ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് പുറത്ത് പോവാം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, മേക്കപ്പ് ചെയ്യാം. പക്ഷെ വീട്ടിലാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആകും കുറച്ച് നേരം. വീട്ടിൽ രസമാണ്, ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ. അവിടെ സ്ഥിര താമസം അത്ര നല്ലതല്ല.